ഉദ്ധിത ദൈവമേ, രക്ഷക, സമാധാനമേ, ഡെയിലി വിത്ത് ഗ്രേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പരിശുദ്ധ കത്തോലിക്ക സഭയോട് ചേർന്ന് ചിന്തിക്കാം. പരിശുദ്ധ മാർപ്പാപ്പയെയും സകലരെയും ഈ ചിന്തയിലേക്ക് കടന്നു വരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നമ്മുടെ വീട്ടിൽ 10 ബൾബുകളുണ്ടെങ്കിൽ 10 ബൾബും പ്രകാശിക്കണമെങ്കിൽ 10ലേക്കും ഇലക്ട്രിസിറ്റി എത്തണം. അതിന് പ്രകാശം കുറവാണെങ്കിൽ സ്റ്റെബിലൈസറോ സ്റ്റെപ്പപ്പ് വെച്ച് വോൾട്ടേജ് കൂടുതൽ കൊടുത്ത് അതിനെ കൂടുതൽ പ്രകാശമുള്ളതാക്കി തീർക്കണം. ഇതുപോലെയാണ് സഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ അഡീഷണൽ ഗ്രേസ് ആയിട്ട് കൂദാശ കർമ്മങ്ങളായിട്ട് ലഭിക്കുന്നവയാണ് സ്റ്റെപ്പപ്പ് അല്ലെങ്കിൽ സ്റ്റെബിലൈസർ എന്ന് പറയുവാൻ കഴിയും. അത് ദൈവത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നവയാണ്. എന്നാൽ ഒരു സന്യാസിയും നയിക്കുന്നപ്പോഴും ഒരു കുടുംബവും നയിക്കുന്നവരും അതുപോലെ തന്നെ സന്യാസികളുള്ള വീടുകളും ആ കുടുംബത്തിലുള്ളവരെ അവർ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാറുണ്ട്, ദൈവ ചൈതന്യത്തിൽ വളർത്താറുണ്ട്. എന്നാൽ ഇവയൊന്നും ഇല്ലാത്ത കുടുംബങ്ങളെ എങ്ങനെയാണ് വളർത്തുന്നതെന്ന് സഭാധികാരികൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ പറയും, പന്നികൾക്ക് മുത്തിട്ട് കൊടുക്കാവോ, അവ ചവിട്ടി മെതിച്ച് കളയുകയില്ലേ? അത് വളരെ ഗൗരവമായിട്ട് കൊടുക്കേണ്ട ഒരു സത്യവുമാണ്. എന്നാൽ ഇത്തരത്തിൽ കഴിയുന്നില്ലെങ്കിൽ എത്രത്തോളം വിള്ളലുകൊണ്ട് പരിശുദ്ധ കത്തോലിക്ക സഭയിലെ എല്ലാ കുടുംബങ്ങളെയും കുടുംബനാഥനും നാഥയും മാത്രമല്ല, കത്തോലിക്ക സഭയിലെ അധികാരികൾക്കും അതിനാവശ്യമായ നിർദ്ദേശം കൊടുക്കുവാനും വളർത്തേണ്ടതുമായ ഉത്തരവാദിത്വമുണ്ട്. കാരണം മറ്റ് മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ക്രൈസ്തവ കുടുംബങ്ങൾ മുന്നോട്ട് പോകുന്നത്. കുടുംബജീവിതം എന്നതുപോലെ തന്നെ സന്യാസി ജീവിതവും വൈദിക ജീവിതവും 2 തലങ്ങളാണ്. അവയുടെ ചര്യകളിൽ വ്യത്യാസമുണ്ട്. കുടുംബം നയിക്കുന്നവർക്ക് സന്യാസികളെ പോലെ ജീവിക്കാൻ എല്ലാം സാധിക്കുകയില്ല. അതുപോലെ സന്യാസ ജീവിതം നയിക്കുന്നവർ കുടുംബജീവിതക്കാരെ പോലെ ജീവിക്കാനും സാധിക്കുകയില്ല. കുറച്ചൊക്കെ ദൈവത്തിലൂടെ ദൈവരാജ്യത്തിലേക്ക് വളരുവാൻ കഴിയുക എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഈ 2 വിള്ളലുകളുണ്ടെങ്കിൽ സഭയ്ക്ക് ഒരിക്കലും നല്ല രീതിയിൽ ഒരു നല്ല കെട്ടുറപ്പായുള്ള ദൈവരാജ്യം പടുത്തുയർത്താൻ കഴിയുകയില്ല എന്നുള്ള സത്യം ഇന്നത്തെ കാലത്ത് ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുകയാണ്. അതായത് സന്യാസികളും അതുപോലെ വൈദികരും ചിന്തിക്കുകയാണ്, ഞങ്ങളുടെ സ്ഥാപനങ്ങൾ വളരണം, ഞങ്ങളുടെ സമൂഹങ്ങൾ വളരണം എന്ന് മനസ്സിലാക്കി മാത്രം പോയാൽ ഒരിക്കലും അത് ദൈവരാജ്യത്തിൽ വളർച്ചയാവുകയില്ല. കാരണം ഒരു നല്ല കുടുംബത്തിൽ നിന്ന് ഒരു നല്ല വൈദികനും ഒരു സന്യാസിനിയും ഉണ്ടാവുകയുള്ളൂ. അതിനാൽ കുടുംബ ജീവിതത്തിൻ്റെ അടിത്തറയാണ് സഭയുടെ വളർച്ച. സഭയിലുള്ള സന്യാസികളുടെയും വൈദികരുടെയും ദൈവിക ചൈതന്യവും വളർച്ചയുമാണ് അതിൻ്റെ മൂലക്കല്ലും. എന്നാൽ ഞങ്ങൾ ക്രിസ്തുവിനെ കല്യാണം കഴിച്ചു എന്ന് പറയുന്നതോടൊപ്പം ആ 2 തലങ്ങളും വ്യത്യസ്തമല്ലേ? എന്നാൽ ആത്മീയമായിട്ട് ഈ 2 വിള്ളലുകൾ ഒരുമിച്ച് കൊണ്ടുപോയ ഉത്തരവാദിത്തം അധികാരികൾ കൊണ്ടെന്ന് പറഞ്ഞുകൊണ്ടും